അസ്ലമോയമാണ് കണ്ണൂർ ജില്ലയിലെ മനോഹരമായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡാണിത് നമ്മൾ പറയാൻ പോകുന്നത്. ഈട ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പറയുന്നവരാണ് കണ്ണൂർ, ഓന് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നവർ ശ്രദ്ധിച്ചോ, അത് കണ്ണൂർക്കായിരിക്കും. അപ്പോൾ കണ്ണൂരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പണ്ട് 2008 2012 കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുട്ബോൾ കളിക്കലൊക്കെ ബോംബ് കൊണ്ടല്ലേ. സത്യത്തിൽ പത്രമാധ്യമങ്ങളിൽ കണ്ണൂർ എന്നും അക്രമം എന്നുള്ള രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അത് കണ്ണൂർക്കാരെല്ലാം അങ്ങനെയുള്ള ആളുകളാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ണൂരേക്ക് വരണം. അവിടുത്തെ ആതിഥ്യ മര്യാദ നമ്മൾ മനസ്സിലാക്കണം. മുട്ട കൊണ്ട് മാലയുണ്ടാക്കുന്ന മനോഹരമായ പ്രദേശക്കാരാണ് കണ്ണൂർക്കാർ. അപ്പോൾ അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഭക്ഷണ വൈവിധ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കണ്ണൂർ വരണം. കോഴിക്കോട് പോലെ നിങ്ങൾക്ക് കണ്ണൂർ റെസ്റ്റോറൻറ്റുകളിൽ അതേപോലെയുള്ള ഭക്ഷണം കിട്ടില്ല. അത് നിങ്ങളുടെ കണ്ണൂരുകളുടെ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരാൾ കണ്ണൂർ വന്ന് കണ്ണൂരിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഒരു ദിവസത്തെ പ്ലാൻ എങ്ങനെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊരു സ്ട്രെച്ചാണ്, ഒരു ഭാഗമാണ്. മറ്റൊരു ഒരുപാട് പഴങ്ങാടി ഭാഗമുണ്ട്, മലയോര ഭാഗം വേറെയുണ്ട്, അങ്ങനെ കാസർഗോഡ് ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന, അതായത് ഒരു ദിവസത്തെ പ്ലാൻ ഒരാളുടെ വന്ന് അയാൾക്ക് തിരിച്ചു പോകുമ്പോൾ അയാളൊരു ഒരു റൗണ്ട് ട്രിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഇത്ര സമയം പോയി തിരിച്ചു പോകുന്ന രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഇത് ഓരോ ജില്ലേൻ്റെയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, 1 ഡേ സീരീസ്. അപ്പം അതുപോലെ തന്നെ മനോഹരമായ ഫുഡ് സ്പോട്ടുകൾ. നമ്മൾ പലപ്പോഴും ഭക്ഷണങ്ങൾ പെയ്ഡ് പ്രൊമോഷനല്ല ഞാൻ പറയുന്നത്, ജെനുവനായിട്ട് നല്ല നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അതും കൂടി മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നത്തെ പറയുന്നത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെത്തി, രാവിലെ അയാൾ പേയാമ്പലം ബീച്ചിൽ പോയി നല്ല സൂര്യോദയം കാണുന്നു, അല്ലെങ്കിൽ ആ ഒരു രാവിലത്തെ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യുന്നു. തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഉണക്കം ഭാരതി എന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പുട്ടും മട്ടനും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള, എത്രയോ 88 കാലങ്ങളിൽ ഉണ്ടാക്കിയുള്ള ഉണക്കം ഭാരതി എന്നുള്ള റെസ്റ്റോറൻ്റ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഒരുപാട് തവണ ഞാനും വൈഫൊക്കെ ഇടയ്ക്കിടയ്ക്കേ പോവാണ്. വീട്ടിൽ നിന്ന് രാവിലെ എണീച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഉച്ചയ്ക്ക് 12 1 മണിക്ക് പോയി കഴിഞ്ഞാലും പുട്ടും മട്ടനാണ് ഉണ്ടാവും. അതിലൊരു ചായ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പപ്പടം ഉണ്ടാവും. ആ മട്ടൻ നല്ല കറുത്ത ഒരു കറി, അതിൻ്റെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും അവരുണ്ടാക്കി ആ മസാലകളൊക്കെ അവിടെ നിന്ന് പൊടിച്ചുണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അവിടെ നേരെ കണ്ണൂർ ഫോർട്ടിൽ പോകുന്നു. കണ്ണൂർ ഫോർട്ടിൽ എക്സ്പ്ലോർ ചെയ്യും. നല്ല അടിപൊളി സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്, നല്ല അടിപൊളി കാലാവസ്ഥയും അതുപോലെ തന്നെ ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ്. ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവിടുന്ന് ലൈറ്റ് ഹൗസ് നിന്ന് അറക്കൽ മ്യൂസിയം. അറക്കൽ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ അറക്കൽ രാജ്ഞിയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂസിയം. അതുപോലെ തന്നെ അവിടെ തന്നെ ഐക്കര ഫെറി ഉണ്ട്, മീൻ കച്ചവടക്കാർ, അതുപോലെ തന്നെ മീൻ ആ ഒരു ഫെറി അടിപൊളിയാണ് കാണാൻ വേണ്ടി. അങ്ങോട്ട് പോവുക, കുറച്ച് രസമുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ലഞ്ച് നമ്മൾ കണ്ണൂരിൽ നിന്ന് എഴുതുന്ന കഴിക്കാം, ഞാൻ ഓപ്ഷൻ പറയുന്നില്ല. അതുപോലെ തന്നെ കണ്ണൂരിൽ കോക്ടെയിലും അതുപോലെ തന്നെ കടി ഷേക്കും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വേറെയുണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ധർമ്മടം തുരുത്തുണ്ട്, ധർമ്മടം ദ്വീപ് അടിപൊളിയാണ്. അവിടത്തേക്ക് പോയി അവിടുന്ന് നേരെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച്. അവിടുന്ന് നേരെ തലശ്ശേരി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു, തലശ്ശേരി ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു, തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു പോകുന്ന മനോഹരമായ പ്ലാൻ. തലശ്ശേരിയിലൊരു പാലമുണ്ട്, കടൽപ്പാലമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ തലശ്ശേരിയിലുണ്ട്, സ്ട്രീറ്റുകൾ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലാനാണ്. ഈ പ്ലാനിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്ത് പാക്കായിട്ട് പോകാൻ പറ്റും. ഫുഡ് സ്പോട്ടുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ കണ്ണൂർ ജില്ലയുടെ മനോഹരമായ പ്രദേശങ്ങളെ നമ്മൾ പറയാണ്. അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ചും ഓരോ ജില്ലകളെക്കുറിച്ചും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമയമെടുക്കുമായിരിക്കും, പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ കേരളം എന്നും സുന്ദരം, എൻ്റെ കണ്ണൂർ എന്നും സുന്ദരം.